അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു ക്ലെയിം ഡീബങ്ക് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങാനൊക്കെ മുമ്പ് നമ്മൾ ലീഗൽ റിക്വയർമെൻറ്റ് നമുക്കൊന്ന് പറയാം. ഓക്കെ, ബിഫോർ വി ബിഗിൻ ദിസ് വീഡിയോ ഈസ് പ്രസൻറ്റഡ് സ്ട്രിക്ട്ലി ഫോർ എഡ്യൂക്കേഷണൽ, ഇൻഫോർമേഷണൽ ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ് പർപ്പസ്. നത്തിങ് ഇൻ ദിസ് വീഡിയോ ഈസ് ഇൻറ്റൻഡഡ് ടു ഡിഫെയിം ഓർ ഹാം any individual or organization. All the statements are based on publicly available information, documents and fair opinion protected under Article 19(1)(a) of Indian Constitution. If any any party believes a fact stated is inaccurate, they may contact me with a verifiable evidence and I may make appropriate correction. This video does not declare anyone guilty. It only analyzes information already within the public domain. Okay, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇവൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇവൻ ഈ പറയുന്നത് ഇവൻ പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് ഇവനാണ് പുതിയൊരു സംഭവം കൊണ്ടുവന്നത്. ഇവൻ KPHൻ്റെ വീഡിയോയിലും ഇതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ KPHൻ്റെ വീഡിയോയിൽ ഒന്ന് കയറി നോക്കുക. പക്ഷേ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സെയിം ഓപ്പറേഷൻ ചെയ്യുന്ന വേറൊരു കമ്പനി ഉണ്ട്. അതാണ് ഈ കമ്പനി. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്, ആരാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പെസ്റ്റോ എന്ന് പറയുമ്പോൾ ഒരു ഡെവലപ്പേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഓക്കെ, ഡെവലപ്പേഴ്സിനെ ട്രെയിൻ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് ജോബിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇവിടെ അവരെന്ത് തരുന്നത് വെച്ചാൽ ഇവർ കുറേ ഫ്രീ ലെക്ചർ തരും. യൂട്യൂബിലല്ല കേട്ടോ, ഫ്രീ ലെക്ചർ. ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഫ്രീ ലെക്ചർ കിട്ടും. രണ്ടാമത് ഇവർ എല്ലാ ആഴ്ചയിലും കോച്ച് വയ്ക്കും. എന്തെന്ന്, ഒരു കോച്ചിനെ തരും. ഇപ്പോൾ ഇവർക്ക് നോക്കിയറിയാം, ക്ലാസ് റൂമുണ്ട്, കോച്ചുണ്ട്, പെർഫോമൻസ് ഉണ്ടെന്നൊക്കെ. ഓക്കെ, ഇനി ഇവർ പറയുന്നത് 1+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് ഇത് ഐഡിയൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള കണ്ടൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കുന്നു. ടാസ്കിന് മെൻറ്റേഴ്സിന് കൊടുക്കുന്നു. എന്നിട്ട് സക്സസ്ഫുൾ കരിയർ ഉണ്ടാക്കി കൊടുക്കുന്നു. അല്ല, അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മുടെ ഈ പറഞ്ഞ മഹാൻ ചെയ്യുന്ന സംഭവം അല്ലേ? ആണ്, സെയിം സംഭവം തന്നെയാണ്, ഈച്ച കോപ്പി. അപ്പോൾ നമുക്കിനി അടുത്തത് വെരിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ സംഭവം, ഇതിലെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ്. അത് ഇതാണോ ആദ്യം വന്നത്, നമ്മുടെ എന്നിട്ട് അവരുടെ പേര് പക്കപ്പിയറാണോ ആദ്യം വന്നതെന്ന് അറിയണ്ടേ, പക്കപ്പിയർ. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാം. പെസ്റ്റോ ടെക് കമ്പനി. പെസ്റ്റോ ടെക് കമ്പനി രജിസ്ട്രേഷൻ. പെസ്റ്റോ എന്നല്ല, അവൻ്റെ പേരെന്താണ്, പെസ്റ്റോ എന്നാണ് കേട്ടോ. പെസ്റ്റോ ടെക് കമ്പനി രജിസ്ട്രേഷൻ നോക്കുമ്പോൾ നോട്ടേട്ടാ, ഇവരുടെ ഒറിജിനൽ സൈറ്റിലുണ്ടല്ലോ. ഇല്ലല്ല, ഇതാണ്. ഇവർ 2018 തുടങ്ങിയതാണ്. 2018, 6 വർഷമായി ഇവർ തുടങ്ങിയിട്ട്. ഇവർ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. ഓക്കെ, അവർ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 ലക്ഷം തന്നെയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇത് മീറ്റിംഗ് ഒക്കെ കറക്റ്റായി നടത്തുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ, അപ്പോൾ അവർ 2018 തുടങ്ങി. ഇനി നമുക്ക് പക്കാപ്പിയർ എപ്പോൾ തുടങ്ങി നോക്കാം. പക്കാപ്പിയർ 2019. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരെ പറ്റി അറിഞ്ഞെന്നുള്ളത്. അപ്പോൾ ഞാൻ അനുമാനിക്കണത് എന്താ വെച്ചാൽ, ഇത് സത്യമല്ല കേട്ടോ, ഞാൻ അനുമാനിക്കണത് എന്താ വെച്ചാൽ മിസ്റ്റർ നിഖിൽ ക്ലിവായിൽ ട്രെയിനിങ് അന്വേഷിച്ച് നടക്കുമ്പോൾ മിസ്റ്റർ ക്ലിവായിൽ ഇത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ കാര്യമായിട്ട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തിരുന്നു. ഇവരെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇവരാണ് ചെയ്തെന്നുള്ളത്. ഇവർ വലിയ ഇന്നോവേറ്റീവായിട്ട് ആൾക്കാരനെ ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന സംഭവം കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഞാനും ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നായിരിക്കണം അവൻ ഈ സാധനത്തിന് എന്ത് കിട്ടിയിരിക്കുന്നത്, ഐഡിയ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പുതിയൊരു ഇത് കൊണ്ടുവന്നു, ഞങ്ങൾ ഇന്നോവേഷൻ കൊണ്ടുവന്നു, ഞങ്ങൾ പിള്ളേരെ നന്നാക്കാൻ, അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെയല്ല, ഇവർ കൊണ്ടുവന്നു, അവനത് കോപ്പി അടിച്ച് കേരളത്തിൽ മാത്രം ഇംപ്ലിമെൻ്റ് ചെയ്തു. പിന്നെ മാർക്കറ്റ് ചെയ്തത് അവൻ്റെ കഴിവ് തന്നെയാണ്. അതൊന്നും നമ്മളില്ലാതെ പറയുന്നില്ല. കഷ്ടപ്പെട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരുപാട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് എന്താണെന്ന് വിചാരിച്ചാൽ ഓക്കെ ഫൈൻ ഇത് പക്ഷേ എന്നിട്ടും നാണമില്ലാതെ എല്ലായിടത്തും കയറിയിട്ട് ഞാനിത് ചെയ്തു എന്ന് പറയുന്നത് അത് അത് അവൻ്റെ ഒരു ക്യാരക്ടറാണ്, നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല. അവനൊരു മാർക്കറ്റിംഗ് മനുഷ്യനാണ്. അപ്പോൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ ക്രെഡിറ്റ് അവനാണ്. അവനാണ് എല്ലാവരും. അവനെ പോലീസുകാർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവൻ ഇത്രയും GST അടച്ചിട്ട് പോലീസുകാർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ കംപ്ലൈൻ്റ് ഉള്ളത്. സോ ഈ ലോകം അവനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അവനെല്ലാവരും നമ്മൾ കാലെടുത്ത് തൊഴണം, അതുപോലെ നമ്മൾ സാറേന്ന് വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ ബ്രോ എന്ന് വിളിക്കണം. ഇതൊക്കെയാണ് ഒരു അറ്റാച്ച്മെൻറ്റ് വിച്ച് ഈസ് വെരി ഫൈൻ. അത് അവൻ്റെ പേഴ്സണൽ സംഭവം, നമ്മളതിലൊന്നും കമൻറ്റ് പറയുന്നില്ല. ബട്ട് ഇവരല്ല ആദ്യം ഇറക്കിയത്, ഈ പറഞ്ഞ പെസ്റ്റോക്കാരാണ്. ഇനി നമുക്ക് പെസ്റ്റോയുടെ ഓഫറിങ്ങും ഇവരുടെ ഓഫറിങ്ങും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പെസ്റ്റോക്കാരെന്താ പറയണേ? ഓക്കെ, ലീഡിങ് ഡെവലപ്പേഴ്സ് അറൗണ്ട് ദ വേൾഡ് എത്രയാണ് കൊടുക്കുന്നത്, ഇത്രയും മെൻറ്റേഴ്സ് എത്രയാണ്? മെൻറ്റേഴ്സ് പോഡ്കാസ്റ്റൊക്കെ നടത്തി തകർക്കുന്നുണ്ട്, വെരി ഗുഡ്. അഡോബിലൊക്കെയുള്ള ആൾക്കാരാണ്, 5 വർഷം എക്സ്പീരിയൻസ്. ഫ്ലിപ്കാർട്ടിൽ, സാറ, മൈക്രോസോഫ്റ്റിലുള്ള ആൾക്കാരൊക്കെയാണ് പെസ്റ്റോയിൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഏതോ ഒരു പേരറിയാത്ത ഒരു ടയർ 5 കമ്പനിയുടെ ഉള്ളത്തെ മാന്യമായിട്ടൊരു ഇൻഡസ്ട്രി പ്രൊജക്റ്റ് പോലും ചെയ്യാത്ത ഡെവലപ്പേഴ്സിനെ വിളിച്ചിരുത്തി റിവ്യൂ നടത്തുന്നത് പോലെയല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലത്തെ ആൾക്കാരും മൈക്രോസോഫ്റ്റിലത്തെ ആൾക്കാരൊക്കെയാണ് കോഡ് റിവ്യൂ. അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാർ, 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അഡോബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് അവൻ ഈ 3 ലക്ഷം രൂപ വാങ്ങിക്കാനുള്ള ഇതില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ അവൻ ഇത്രയും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കാരണം അവൻ 3 ലക്ഷം രൂപ വാങ്ങിക്കുന്നുള്ളത്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിനെ വെറും 1,80,000 രൂപയുള്ളൂ. എന്ത് ഫുള്ളുള്ളൂ. പേഴ്സണലൈസ്ഡ് കോച്ചിങ്ങിന്, ഇതിൻ്റെ ടോപ്പ് ടയർ സാധനത്തിന് മൊത്തം ആജീവനാന്ത കാലത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ 1,08,00,000 രൂപ ഇവർ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇവനെന്തിന് 5 ലക്ഷം രൂപ 8 ലക്ഷം രൂപ 3 സംതിങ് ഇവൻ എന്ത് വാങ്ങിക്കുന്നുണ്ട്? ഫീസ് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ അവർ വെറും 1.8 വാങ്ങിക്കുന്നുള്ളൂ. ഇനി അത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 7.5 വെച്ചിട്ട് EMI അടയ്ക്കാമെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ EMI ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ അത് പോരെ. പിന്നെ ഇവർ 14 ദിവസത്തെ മണി ബാക്ക് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, ഇവനും കൊടുക്കുന്നുണ്ട്. പക്ഷേ 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കില്ല, അതും ഇവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവിടുത്തെ ഒരു ഓപ്പറേഷൻസ് പോലും, അവിടുത്തെ ഒരു ഡിസൈൻ പോലും അവൻ സ്വന്തമായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ല. ഇവരെന്ത് ചെയ്യുന്നു നോക്കി, ഇൻറ്റൻസീവ് ടെക്നിക്കൽ കരിയർ കോച്ചിങ്. അതെ, അവന് ഇൻറ്റൻസീവായിട്ട് ടെക്നിക്കൽ കരിയർ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. വിളിച്ചിരുത്തി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്നുണ്ട്, സൈക്കോളജിക്കലി ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇത് അവൻ KPHൻ്റെ പോഡ്കാസ്റ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്, ഇൻഡയറക്റ്റ്ലി അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ റെഫറൻസ് വെക്കുന്നത് KPHന്. ക്രെഡിറ്റൊക്കെ KPHന്, എനിക്ക് വേണ്ട. ഓക്കെ, പിന്നെ പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ്, അതും അവിടെ കൊടുക്കുന്ന സെയിം സാധനം ഇവിടെയും കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം ആക്സസ് ടു പെസ്റ്റോ കമ്മ്യൂണിറ്റി, അത് അവൻ കൊടുക്കുന്നില്ല. അവിടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ലൈഫ് ടൈം ആക്സസ് ഇല്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവൻ വീഡിയോ ഉണ്ടാക്കി അവൻ പൈസ ഉണ്ടാക്കാന്നല്ലാതെ ലൈഫ് ടൈം ആയിട്ട് ആക്സസ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്യുമെന്നും ആരും ചെയ്യുന്നില്ല, ബ്രോഡ് ടൈപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ കണ്ട 2-3 ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇവൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ജോബ് കിട്ടുമോ? വെറും 40,000 രൂപയ്ക്കുള്ള ജോബ് കിട്ടുള്ളൂ. 40,000 രൂപ ഓൺ ആൻ ആവറേജ് ഇവർ കൊടുക്കുന്നത് 40,000 പരിപാടിയാണ് അല്ലേ? എന്നാൽ ഇവിടെ എന്ത് വരുന്നുണ്ട്? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ജോബ്, ഇതൊരു ഫ്രീലാൻസ് പോർട്ടലാണ്. അവൻ ഫ്രീലാൻസ് പോർട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ബോധമുള്ള കമ്പനിക്കാരൊന്നും ഇവനെ പ്രോപ്പറായിട്ട് വർക്ക് കൊടുക്കുന്നു. പക്ഷേ ഇവനത് ഫ്രീലാൻസ് പോർട്ടൽ ആക്കാം, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ അവൻ ആക്കില്ല, കാരണം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി മാറുമല്ലോ. അപ്പോൾ ഇവിടെ അവർക്ക് കിട്ടുന്നത് $ലാണ് സാലറി. അതും നിങ്ങൾ ശ്രദ്ധിക്കണം, 80,000K ആനുവലി കിട്ടുന്നുള്ളതാണ് പറയണേ, ആവറേജ് സാലറി. ഇതിപ്പോൾ ആനുവലാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നത്. 80,000K മന്ത്ലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല, അപ്പോൾ ആനുവൽ കിട്ടുന്നുണ്ട്. അതും റിമോട്ട് വർക്കാണ്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ബ്രസീലിലെ ഉണ്ട്, നമ്മുടെ യൂറോപ്പിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇവർക്കൊക്കെ ഇന്ത്യയിലത്തൊക്കെ ഡെവലപ്പേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവനേക്കാൾ കൂടുതൽ സാലറി
അവൻ ഈ പറയുന്ന 4 മാസം 12 ആനുവൽ 12 കൂടുതലാണ്. $80,000 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? $80,000 ഇൻ റുപ്പി നോക്കട്ടാ. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 71 ലക്ഷം രൂപയാണ് ഓൺ ആൻ ആവറേജ് ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ 5 ലക്ഷം LPAക്ക് പോകും. എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു റിസർച്ച് ചെയ്യാത്തതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ എന്ത് പറഞ്ഞു? പ്രോട്ടോടൈപ്പിൻ്റെ ആശയം നിഖിൽ കിലുവായലിൻ്റെ അല്ല, തെളിയിച്ചു. ഒരു കൊല്ലം മുമ്പ് ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഇവർ 2 പേരും സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ ഇവൻറ്റിൽ വെച്ച് കാണാൻ സാധ്യതയുണ്ട്. സോ ഇത് ഇവൻ്റെ ആശയമല്ല. ഇവൻ എവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇവൻ്റെ ആശയമല്ല. പിന്നെ അവന് ഇതിൻ്റെ പേറ്റൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഇത് അവൻ്റെ ആശയമാണെന്ന് പ്രൂവ് ചെയ്യാൻ അവന് പറ്റില്ല. സോ ലീഗലി ഹീ ഈസ് നോട്ട് ദ ഓണർ ഓഫ് ഹിസ് ഐഡിയ. മനസ്സിലായോ? ഇനി അടുത്തത് പറയാൻ പോകുന്നത്, അവനൊക്കെ ബെറ്റർ സർവീസ്, ബെറ്റർ സാലറി, ബെറ്റർ പ്ലാറ്റ്ഫോം ഇവിടെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവൻ ഈ കിടന്നിട്ട് 3.5 ലക്ഷം രൂപ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. സോ ഇനി പ്രോട്ടോടൈപ്പിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഈ പറഞ്ഞ ഫീസ് വെറും 1 ലക്ഷം രൂപ, 1,80,000 രൂപയ്ക്ക് താഴെ കുറച്ച് ഇതേമാതിരി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ഇതേമാതിരി ഒരു എഫേർട്ട് ഉണ്ടാക്കി, പിള്ളേരെ പിഴിയാതെ, പിള്ളേരെ ലീഗൽ ഫൈനാൻസ് ട്രാപ്പിൽ പെടുത്താതെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, എന്നിട്ട് ഇത് എല്ലാവർക്കും എത്തിക്കുക. അപ്പോൾ അവിടെ പഠിക്കാൻ ഇറങ്ങുന്ന പിള്ളേർക്ക് ഇവിടെ വന്നിരുന്ന് പഠിച്ചോട്ടെ. ഇവർ പ്രിഫേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 1+ ഇയർ എക്സ്പീരിയൻസ് വേണമെന്നുള്ളത്. ഫോർ ഡെവലപ്പേഴ്സ് ഗെറ്റ് കോച്ചിങ് ഐഡിയൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അല്ലാണ്ട് കയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ജോലി തരും. ഇപ്പം നിങ്ങളെന്തിനാ ബുദ്ധിമുട്ടണേ? 1000 വുമണെ സപ്പോർട്ട് ചെയ്യുക. അവരെന്തിനാ 1000 വുമണെ സപ്പോർട്ട് ചെയ്യണേ? ഇവിടെ വന്നിട്ട് ഇവിടെ മര്യാദയ്ക്ക് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കയറിയിട്ട് കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട്മെൻറ്റ് കിട്ടും. വെറും 7,500 രൂപയുള്ളൂ. അവൻ്റെ ജോയിൻ ചെയ്യുമ്പോൾ 15 രൂപ, 75,000 രൂപ, 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ. ഇവൻ ഡിഗ്രി ഒന്നല്ല കൊടുക്കുന്നത്. UGC നെറ്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നല്ലോ, അവൻ അപ്രൂവൽ ഇല്ല. ഓക്കെ, സോ അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടോടൈപ്പ് ഇന്നോവേറ്റീവ് അല്ല, പ്രോട്ടോടൈപ്പ് ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടില്ല, പ്രോട്ടോടൈപ്പ് ഇവരുടെ ഐഡിയ കോപ്പി അടിച്ചിരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു? ഞങ്ങളും തുടങ്ങുന്ന ഒരു പ്രോട്ടോടൈപ്പ്. ഈ പ്രോട്ടോടൈപ്പിൽ കൊടുക്കുന്ന സെയിം സംഭവങ്ങൾ, വീക്ക്ലി റിവ്യൂ, ഫ്യൂമിഗേഷൻ, ഇതെല്ലാതും ഞങ്ങളൊരു പാക്കേജായിട്ട് മാസം വെറും 6,000 രൂപയ്ക്ക്, ഇവർ 7,500 രൂപ കൊടുക്കണം. ഞങ്ങളത് വീണ്ടും കുറച്ച് മാസം 6,000 രൂപയ്ക്ക് പ്രോട്ടോടൈപ്പിൻ്റെ സെയിം കോഴ്സ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരാം, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഞങ്ങൾക്കൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ഞങ്ങൾ ലോണ് തരില്ല. രണ്ടാമത്തത്, നിങ്ങൾ ഈ മാസത്തെ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം കഴിഞ്ഞിട്ട് തോന്നുന്നത് എനിക്കിനി വരണ്ട തോന്നുകയാണെങ്കിൽ നിങ്ങൾ വരണ്ട, പൈസ പേ ചെയ്യണ്ട, ഇറങ്ങിപ്പോവാം. ഫ്ലെക്സിബിൾ റീഫണ്ട് പോളിസി. മൂന്നാമത്, ഞങ്ങളുടെ കമ്പനിയിൽ എഗ്രിമെൻ്റ് പരിപാടി ഇല്ല. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒന്നുമില്ല. ഞങ്ങൾ പറയുന്നിടത്ത് കയറാൻ പോകുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ കമ്പനി ഓത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ കമ്പനി, സർവമോണക്സ് LLP എന്ന് പറഞ്ഞ കമ്പനി, പ്രോട്ടോടൈപ്പിൻ്റെ സകലമാന വൃത്തികേടുകൾ അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് സ്പ്രെഡ് ദ വേർഡ്. ആൻഡ് പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തരാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ് ടു മീ. ബൈ ബൈ.